മലമ്പുഴ റിംഗ് റോഡിലെ ഒന്നാം പുഴ പാലം അപകടാവസ്ഥയിലാണ്. പാലത്തിന് മുന്നിലെ കൽവേർട്ടിലെ സംരക്ഷണ ഭിത്തി കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു. ഏത് നിമിഷവും റോഡ് നിലം പതിക്കാവുന്ന അവസ്ഥയിലുമാണ്. എലിവാൾ മുതൽ ഒന്നാം പുഴ പാലം വരെയുള്ള 3 വാർഡുകളിലെ ആളുകൾ ഭീതിയിലാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ മലമ്പുഴയെ പ്രതിനിധീകരിച്ച കാലഘട്ടത്തിൽ വിഭാവനം ചെയ്തതാണ് മലമ്പുഴ റിംഗ് റോഡ് പദ്ധതി. ആ റോഡിലെ പ്രധാനപ്പെട്ടൊരു പാലമാണ് ഒന്നാം പുഴ പാലം. ആ പാലമാണ് ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ അതിൻ്റെ കൈവരി അടക്കം കുത്തിയൊലിച്ച് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ വലിയ ഒരു അപകടാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ആ പാലം നേരിടുന്നത്. മലമ്പുഴ പഞ്ചായത്തിലെ 1, 2, 3 വാർഡുകളിലെ ഏകദേശം 8,000-ഓളം പേരാണ് ഒന്നാം പുഴ പാലത്തിനും റിംഗ് റോഡ് പാലത്തിനും ഇടയിൽ താമസിക്കുന്നത്. പാലക്കാട് ടൗണിലേക്ക് എത്താൻ ഇവർ ആശ്രയിക്കുന്ന പ്രധാന പാതകളിൽ ഒന്നാണ് ഒന്നാം പുഴ പാലം. ഇവിടെയാണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ പാലത്തിന് മുന്നിലെ കൽവേട്ടിൻ്റെ സംരക്ഷണ ഭിത്തിയും കല്ലും മണ്ണുമടക്കം പൂർണ്ണമായും താഴേക്ക് പതിച്ചത്. ഇതോടെ റോഡിൻ്റെ അടിഭാഗത്തെ മണ്ണും ഒലിച്ചുപോയി. ഏത് നിമിഷവും റോഡിൻ്റെ വലിയൊരു ഭാഗം കൂടി തകർന്നു വീഴാവുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. സംഭവം അറിഞ്ഞ മലമ്പുഴ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. മഴവെള്ളപ്പാച്ചലിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയാണത് ഇടിഞ്ഞു പോയിരിക്കുന്നത്. PWDയെ വിവരം അറിയിച്ചിട്ടുണ്ട്. PWD റോഡാണത്. ഇതിൽ പഞ്ചായത്തിന് ഇതിൽ ഫണ്ട് വയ്ക്കുവാനോ ചെയ്യുവാനോ നിലവിൽ നമുക്ക് സാധ്യമല്ല. PWDയെ വിവരം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ ഒരു നിയന്ത്രണം നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഒരു ആവശ്യമുള്ളത്. അത് കലക്ടറെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മഴക്കാലമായതിനാൽ തന്നെ വെള്ളച്ചാട്ടവും റിംഗ് റോഡിലെ കാഴ്ചകളും കണ്ട് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. പാലത്തിൻ്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത ഭാരവാഹനങ്ങൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തും. മുന്നറിയിപ്പ് ബോർഡുകൾ എന്തായാലും നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ മുന്നറിയിപ്പ് ബോർഡുകൾ നമ്മൾ സ്ഥാപിക്കുന്നതായിരിക്കും. ഭാരം കൂടിയ വാഹനങ്ങൾ എന്തായാലും ഈ വഴിയിലൂടെ കടന്നു പോകാതിരിക്കാനുള്ള രീതിയിലുള്ള നടപടികൾ എന്തായാലും ഉടനെ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിൻ്റെ അധീനതയിലുള്ളതാണ് ഈ പ്രധാന പാത. മഴ ഇനിയും ശക്തമായാൽ റോഡ് പൂർണ്ണമായി തകരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇപ്പോൾ ആ വീണിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് വലിയൊരു ഫില്ലറാണ് വീണിരിക്കുന്നത്. ആ വീണിരിക്കുന്നത് മൊത്തം താന്നുപോയി. ഇവിടെ വെറും പൂന്തൽ പോലുള്ള എക്കൽ സ്ഥലമാണ്. ഇവിടെ മണ്ണിട്ട് തരിപ്പിച്ചിട്ട് മണലിട്ട് തരിപ്പിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഒരു കാരണവശാലും ഇത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ മലമ്പുഴയിലെ 1, 2, 3 വാർഡിലെ ജനങ്ങളുടെ താമസ സൗകര്യത്തിലേക്ക് വാഹന സൗകര്യം ഇല്ലാതെ വരും. PWD അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ട് താൽക്കാലിക സംരക്ഷണ ഭിത്തിയെങ്കിലും നിർമ്മിച്ച് അപകടം ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.